മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിലെ ദേശീയതല ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ആൾട്ടൂർ 2026 വർണ്ണാഭമായ തുടക്കം. വ്യാഴാഴ്ച രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KSEB കോട്ടയം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ JNK ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇത്തരം മേളകൾക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ടെക്നോളജി ആയിട്ട് പുതിയ തലമുറ ബന്ധപ്പെട്ടു നിങ്ങളുടെ ഈ ഒരു മേളയുടെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേര് തന്നെ ആൾട്ടൂറ 2026 എന്നാണ്. ഞാൻ ഈ ആൾട്ടൂറ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഉന്നതി എന്നാണ്. ഉന്നതി. അപ്പൊ ഈ ഉന്നതി ആദ്യമേ തന്നെ ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റ് എല്ലാ ഉന്നതിയിലേക്കും പോകട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. പിന്നെ മറ്റൊന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതിലൊരു തീം ആദ്യം നിങ്ങൾ പറഞ്ഞായിരുന്നു, EV ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അങ്ങനെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ ഓട്ടോമൊബൈൽ മേഖല മാറ്റം വന്ന് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ EV മേഖല. അതുകൂടാതെ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്തുമാത്രം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും സസ്റ്റൈനബിൾ എന്ന വാക്ക് വളരെ പ്രാധാന്യം ഇന്നത്തെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സസ്റ്റൈനബിൾ. സസ്റ്റൈനബിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഉപയോഗങ്ങൾ, പ്രകൃതി വിഭവങ്ങളുടെ ആണെങ്കിലും ഊർജത്തിന്റെ ആണെങ്കിലും ഉപയോഗിക്കുന്നത് വരും തലമുറയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അകൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ബാബു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മുഖ്യാതിഥിയായി പങ്കെടുത്ത പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു യുവതി യുവാക്കൾ ഇത്തരം മേളകൾ സംഘടിപ്പിക്കേണ്ടതിന്റെയും പങ്കെടുക്കേണ്ടതിന്റെയും ആവശ്യകത എടുത്തു പറഞ്ഞു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും വിജ്ഞാൻ കേരള കോട്ടയം കോർഡിനേറ്ററുമായ പ്രൊഫസർ എബിൻ എമ്മാനുവൽ, കോളേജ് പ്രിൻസിപ്പൽ ലിൻസി സ്കറിയ, PTA വൈസ് പ്രസിഡന്റ് റോയി മാത്യു, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയും ഓട്ടോ ബ്ലോഗറുമായ റോബിൻസ് NC, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഗോകുൽ ശശി, ജനറൽ കൺവീനർ സുനിൽകുമാർ CK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് വാഹനം, ബഹിരാകാശ വിസ്മയങ്ങളുമായി ISRO ഒരുക്കിയ സ്പേസ് ഓൺ വീൽസ് ബസ്, KSEB, കെൽട്രോൺ, റബ്ബർ ബോർഡ് എന്നിവയുടെ പ്രദർശനം എന്നിവ മേളയിലെ പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ അനേർട്ട്, BSNL, കെൽട്രോൺ തുടങ്ങിയവയുടെ സ്റ്റാളുകളും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചിത്രരചനകൾ ഉൾപ്പെടുത്തിയ ആർട്ട് ഗാലറിയും മേളയിലുണ്ട്. മേള വെള്ളിയാഴ്ച സമാപിക്കും.